4 വ്യത്യസ്ത രുചികളിലുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. 4ഉം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് ആദ്യത്തെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യത്തെ നാരങ്ങ വെള്ളം നല്ല കളർഫുള്ളായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും ചെറിയൊരു കഷ്ണം നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസ് ചേർക്കാം. മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പഞ്ചസാര ചേർത്ത് ഇളക്കിയെടുത്താലും മതി. അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം റൂഹഫ്സയാണ്. 1 സ്പൂൺ റൂഹഫ്സ കൂടെ ചേർത്ത് നാരങ്ങ വെള്ളം എടുത്താൽ നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. കുടിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ കുടിച്ച് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന ഇഫ്താറിനൊക്കെ ഒരു മസ്റ്റ് ട്രൈ ഡ്രിങ്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതാണ് നമ്മുടെ മിൻറ്റ് ലൈം. മിൻറ്റ് ലൈം ഉണ്ടാക്കാൻ അറിയില്ലാത്തവരാരും തന്നെ കാണില്ല അല്ലേ. മിൻറ്റ് ലൈമിന് രുചി കൂട്ടാനായിട്ട് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് നാരങ്ങാനീരും പുതിനയിലയും ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനിയാണ് രുചി കൂട്ടാനുള്ള 2 കാര്യം. 1 സ്പൂൺ തേനും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അരിച്ചെടുക്കാം. ഐസും കുതിർത്തി വെച്ചിരിക്കുന്ന സബ്ജാ സീഡും ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ജ്യൂസ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒരിക്കലെങ്കിലും മിൻറ്റ് ലൈം ഇതുപോലെ തേനും 1 കഷ്ണം ഇഞ്ചിയും ഇട്ട് ജ്യൂസ് അടിച്ച് നോക്കണേ. അടുത്തതാണ് ഈ ബേക്കറികളിലും കൂൾ ബാറിലൊക്കെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന പിങ്ക് ലൈം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 4-5 പുതിനയില, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. അടുത്തതാണ് നമ്മുടെ കളറിൻ്റെ ഐറ്റം. അത് വേറെ ഒന്നുമല്ല, മുന്തിരിയാണ്. 2 മുന്തിരി ചേർത്താൽ മതി. ഒരു 1.5 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അരിച്ചെടുത്ത ജ്യൂസ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അടുത്തത് ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയാവുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല റിഫ്രഷിംഗ് ആണ്, നല്ല ഈസിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് ഐസും അതുപോലെ തന്നെ സബ്ജാ സീഡും ഇട്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര്, 1 സ്പൂൺ തേന്. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ അല്ലിയാണ് കേട്ടോ. ഒരു 4-5 ഓറഞ്ചിൻ്റെ അല്ലി ചേർക്കാം. കുരു കളഞ്ഞിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം. കുരുയോടുകൂടി അടിക്കുമ്പോൾ കയ്പ്പ് രുചി വരാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് ഒരു 4-5 പുതിനയിലയും 1.5 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ 4 വെറൈറ്റി ജ്യൂസും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്